ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കില്ലേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ. നല്ല പിങ്ക് കളറിൽ ഇടിയപ്പവും അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾ കറിയിൽ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളക്കടല തലേന്ന് രാത്രി കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കുതിർത്തി വെക്കുക കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ കുതിർത്തി വെച്ചാൽ മതിയാകും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് വേവിക്കണം. അപ്പോൾ ഒരു കുക്കറിൽ നമ്മൾ പൊതിർത്തി വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ കടലയാണ് വേവിക്കുന്നത്, അതിന് ശേഷമാണ് പച്ചക്കറി വേവിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് വെന്തുടഞ്ഞ് അങ്ങനെ പേസ്റ്റ് പോലെ ഇപ്പോൾ. അപ്പോൾ ഇതാ ആദ്യം കടല വേവിക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊരു 5-6 വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുങ്ങനെ. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, അരമുറി തക്കാളി, അതേപോലെ തന്നെ അരമുറി ഉള്ളി. ഇതിൽ ഉള്ളിയും തക്കാളിയും വളരെ കുറച്ചേ വേണ്ടൂ, അതുകൊണ്ടാണ് അരമുറി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ പച്ചക്കറി കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 വിസിലിന് ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ പച്ചക്കറിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 7-8 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചെടുക്കുക, കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടേനു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലിന് വേവിക്കാം കേട്ടോ. അങ്ങനെ ഇതാ 2 വിസിലിന് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റട്ടെ. ആ ഒരു സമയം വരെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഒറ്റൊരു പാലേ ചേർക്കുന്നുള്ളൂ, അല്ലാണ്ട് 2-ാം പാലും 3-ാം പാലും അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒറ്റൊരു പാലേ ചേർക്കുന്നുള്ളൂ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകിയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയായിട്ട് കിട്ടും കേട്ടോ. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയൊരു ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. നമ്മൾ പച്ചക്കറി തേങ്ങാപ്പാൽ കറി എന്നാണ് മക്കൾ പറയാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് വറുക്കണ്ടേ. അപ്പോൾ ഇതാ ഒരു കടുക് വറുക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കറിയിലൊന്ന് പാർന്ന് കൊടുക്കാം കേട്ടോ. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് രാവിലത്തെ കറി റെഡിയായില്ലേ. പച്ചക്കറി ഇഷ്ടം ഇത്ര പെട്ടെന്നുകൊണ്ട് റെഡിയായി. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മാത്രം മതി നല്ലോണം എന്താ പറയുക ഫുഡ് കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ അധികം എരിവ് വേണ്ട കുട്ടികൾക്കൊന്നും, അതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇടലില്ല. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പിങ്ക് ഇടിയപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതാ ഒരു ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ പച്ച നമ്മൾ ആ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, ആ ഒരു ബീട്രൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഇടിയപ്പം കുഴക്കാം. അല്ലാണ്ട് ഇതുപോലെ വേവിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട്
നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു അരച്ച ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇടിയപ്പത്തിൽ കുഴക്കുകയും ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ അരിപ്പൊടി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പുണ്ടല്ലോ, നമ്മുടെ ബീട്രൂട്ട് വേവിച്ചിട്ടുള്ള അരപ്പ്, അത് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തരികളില്ലാണ്ട് വേണം, നൈസായിട്ട് വേണം അരക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ മാവ് മറ്റേ നൂൽപുട്ടിൻ്റെ ആ ഒരു ഇതിൽ ഇടുമ്പോൾ എന്താ പറയുക, കട്ടകളില്ലാണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഒട്ടും തരികളില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ അരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ അരിപ്പൊടിക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു പിങ്ക് ഇടിയപ്പം. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കളർഫുള്ളായിട്ടുള്ള ഫുഡ് കഴിക്കാൻ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ആണ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുമല്ലോ വലിയ ഇടിയപ്പം, അത് ഇതുപോലെ ആവിച്ചെമ്പിൽ ഒരു പ്ലേറ്റിൽ ഒരു ഇല വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ചെറിയ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സേവനാഴിയിൽ ഇതാ നമ്മുടെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു ഇഡ്ഡലിൻ്റെ തട്ടിലെല്ലാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഇടിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഓരോ കുഴിയിലും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ഡോ ആയാലും മാത്രമേ നല്ല എന്താ പറയുക നല്ല വൃത്തിക്ക് നമുക്കിതുപോലെ ചുറ്റിച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ഇഡ്ഡലി തട്ടിലും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഇത് വേവിച്ചിട്ട് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഇതിൻ്റെ മേലയിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ട് ഫുള്ളായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മേലയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതാ ഓരോ തട്ടിൻ്റെ മേലയിലായിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലത്തെ ഇഡ്ഡലി കുക്കറാണ് കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പിങ്ക് കളർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കളർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മളെടുക്കുന്ന ബീട്രൂട്ട് നല്ല കട്ടിയുള്ള ബീട്രൂട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. കട്ടിയില്ലെങ്കിൽ ഈ ഒരു കളറായി കിട്ടുക, ഓറഞ്ച് കളറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയപ്പമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടെ ഒന്ന് സൈഡൊന്ന് വിടിയിച്ചെടുക്കാം. പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇളം ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇതാ എല്ലാ ഇടിയപ്പവും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡിയായി, ഇടിയപ്പം റെഡിയായി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് 1 hour കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും കഴിക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം വിത്ത് വെജിറ്റബിൾ ഇഷ്ടം, നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അനുസ് വേൾഡ്. താങ്ക് യു.